ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ കൃഷ്ണ തുളസി, സ്മൈൽ മേക്കർ ആൻഡ് മൈൻഡ് ഹെൽത്ത് കോച്ച്. ഇന്ന് എൻ്റെ പുറകിൽ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹായ് പറഞ്ഞേക്കാം. ഇന്ന് ഇവരെയും കൂടെ കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് കട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും അതുപോലെ നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, സ്ട്രെസ്. അതാണ് നമ്മളുടെ STRESS എന്ന ഈ 6 അക്ഷരം കൊണ്ട് ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അതാണ് ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ട്രെസ്സ് അല്ലേ, അപ്പോൾ സ്ട്രെസ്സ് എല്ലാവർക്കും ഉണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ സ്ട്രെസ്സ് ഉണ്ട്. യങ്സ്റ്റേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുക വേണ്ട, സ്ട്രെസ് ഇല്ലാത്തൊരു സമയം തന്നെ അവരുടെ ജീവിതത്തിലില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പല കാര്യത്തിനും സ്ട്രെസ്സാണ്, പല തരത്തിലുള്ള സ്ട്രെസ്സാണ് ഓരോരുത്തർക്കും. പലർക്കും ഈ സ്ട്രെസ്സ് മൂലം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ് എന്ന് ആരെങ്കിലും ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ ഒരുപാടധികം ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇത്തിരി ക്യാച്ചിങ് ആയിട്ടും ഇന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഞാൻ പറയാം. സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംവൺ ട്രൈയിങ് ടു റിപ്പയർ എവറി സിറ്റുവേഷൻ സോളോ എന്നാണ്. അതായത് ഒരു മനുഷ്യൻ അയാളുടെ പ്രശ്നങ്ങളെല്ലാം അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലിട്ട് മറ്റാരോടും ഷെയർ ചെയ്യാതെ ഒറ്റയ്ക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താനും അത് കൂടുതലായിട്ട് അത് ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഡെഫിനിഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്ട്രെസ്സ് എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കത് ഇനിയൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറേശ്ശെ അങ്ങ് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ പലരും ഇത് ചെയ്യുന്നില്ല, പലരും എന്നല്ല, ആരും തന്നെ ഇത് ചെയ്യുന്നില്ല. എനിക്ക് സ്ട്രെസ്സാണെന്ന് പറഞ്ഞ് എല്ലാവരും നടക്കും. ചെറിയ കുട്ടികൾക്ക് വരെ എക്സാം ആയാൽ പോലും സ്ട്രെസ്സാണ്. അപ്പോൾ എന്താണ് ഈ സ്ട്രെസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സ്ട്രെസ്സിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ പലർക്കും പല ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് തലവേദന ഉണ്ടാവും, മൈഗ്രെയിനായി കൺവേർട്ട് ആവും. അതുപോലെ ചിലർക്ക് ഒരുപാട് വിശപ്പാണ്, ഒരുപാട് ഭക്ഷണങ്ങൾ വാരിക്കൂട്ടി കഴിക്കും. ചിലർ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ തിന്നു കൂട്ടും സ്ട്രെസ്സ് കുറയ്ക്കാനാണെന്ന് പറഞ്ഞ്. അതുപോലെ ചിലർക്ക് ഭക്ഷണമേ വേണ്ട, ഒന്നും വേണ്ട, ഭക്ഷണം വെള്ളം ഒന്നും വേണ്ടാത്തൊരവസ്ഥ, ആകെ കൂടെ ക്ഷീണിച്ച് ഉറക്കമില്ലായ്മ, അങ്ങനെ ഒരു ടയേർഡായിട്ടുള്ള ഒരു ഫീലർ. പിന്നെ ചിലർ സ്ട്രെസ് ബസ്റ്റേഴ്സായിട്ട് കൊണ്ട് നടക്കുന്നത് സ്മോക്കിംഗ്, അതുപോലെ ആൽക്കഹോളിസം, പിന്നെ ചിലർ ഡ്രഗ്സ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു സ്ട്രെസ് ബസ്റ്റേഴ്സായിട്ട്. അപ്പോൾ ഇതെല്ലാം ശരിയാണോ? നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഇതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ മൈൻഡ് കോച്ച് ആൻഡ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ മസ്റ്റ് സേ, വളരെ ചെറുതായിട്ട് നമുക്ക് ഈസിലി ഏതൊരു മനുഷ്യനും ഏതൊരു കുട്ടിക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സ് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനും പുതിയ സ്ട്രെസ്സുകൾ വരാതിരിക്കാനും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആ 5 കാര്യങ്ങൾ എന്താണെന്നറിയാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ധൃതി കൂട്ടുകയാണല്ലേ. എന്നാൽ ഞാനതിപ്പോൾ പറയുന്നില്ല. നാളെ ഞാനൊരു സ്ട്രെസ് മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ലിങ്കൊക്കെ ഷെയർ ചെയ്യും, പോസ്റ്റർ ഷെയർ ചെയ്യും. താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ പിങ് ചെയ്യാം. വാട്സപ്പ് ചാനൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യും, അതിൽ ആഡ് ആവാം. അപ്പോൾ നാളെ നമ്മുടെ ഈ വെബിനാറിൽ ഞാനിതിനെക്കുറിച്ച് 5 ways to reduce stress എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. See you all there. Bye. Have a nice day.